ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ 12ാമത്തേതും അവസാനത്തേതുമായ ജ്യോതിർലിംഗ ശിവക്ഷേത്രം ഗ്രീഷ്ണേശ്വർ ശിവക്ഷേത്രം. ഇത് കാണാനാണ് ഞങ്ങൾ പിന്നീട് പോയത്. ക്ഷേത്രത്തിലോട്ടുള്ള വഴികളാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിനകത്ത് മൊബൈൽ കയറ്റാൻ അനുവാദമില്ല. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ അജന്ത ഗുഹയിലേക്ക് തിരിച്ചു. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അജന്ത ഗുഹകളിലേക്ക് എത്താൻ. പോകുന്ന വഴിയിൽ ഗ്രാമവാസികൾ ആടുകളെയൊക്കെ മേച്ച് നടക്കുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ അജന്ത ഗുഹകളുടെ പ്രവേശന കവാടത്തിൻ്റെ അരികിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇനി കുറച്ചു ദൂരം ബസ്സിൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ബസ് പാർക്ക് ചെയ്തിടത്തേക്ക് ഞങ്ങൾ നടന്നു. അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങൾ അജന്തയുടെ അടുത്തേക്ക്. ബസ് ഇറങ്ങി. ഇനി കുറച്ചു ദൂരം നടക്കാനുണ്ട്. അജന്ത ലക്ഷ്യമാക്കി ഞങ്ങൾ നടത്തം ആരംഭിച്ചു. മഹാരാഷ്ട്രയിലെ കനത്ത കാടുകൾക്കിടയിൽ കൂടി വഘോര നദി വളഞ്ഞൊഴുകുന്നു. ആ നദിയുടെ തീരത്ത് കുതിരക്കൊമ്പ് പോലെ വളഞ്ഞ ഒരു മലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത ലോകം. പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങൾ, കാലത്തിനു പോലും മായ്ക്കാനാകാത്ത ചുമർ ചിത്രങ്ങൾ, 2000 വർഷം മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഇന്നും ജീവസ്പന്ദനത്തോടെ തുടിക്കുന്ന ഒരിടം. ഇന്നു നമ്മൾ കാണാൻ പോകുന്നത് വെറും പുരാതനമായ കുറച്ച് ഗുഹകൾ മാത്രമല്ല. അവ ഇന്ത്യൻ കലയുടെ ആത്മാവാണ്. പ്രകാശവും നിഴലും കൂടിച്ചേർന്ന് കഥ പറയുന്ന നിശബ്ദമായ ഒരിടം. അതാണ് അജന്ത ഗുഹകൾ. ക്രിസ്തുവിനു മുമ്പ് ഏകദേശം 2ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിനു ശേഷം 6ാം നൂറ്റാണ്ട് വരെ, അങ്ങനെ ഏകദേശം ഒരു 7 നൂറ്റാണ്ടുകളുടെ പരിശ്രമ ഫലമാണ് ഈ ഗുഹകൾ. ഈ ഗുഹകളുടെ ആദ്യഘട്ട നിർമ്മാണം സാതവാഹന രാജവംശത്തിൻ്റെ കാലത്താണ് ആരംഭിച്ചത് എന്ന് ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. ബുദ്ധമതം ഇന്ത്യയിലുടനീളം വ്യാപകമായി പ്രചരിക്കുന്ന കാലം. വ്യാപാരികൾക്കും തീർത്ഥാടകർക്കും സന്യാസികൾക്കുമൊക്കെ പഠിക്കാനും വിശ്രമിക്കാനും ധ്യാനിക്കാനുമൊക്കെയാണ് ഈ ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത്. ആദ്യകാല ഗുഹകളിൽ ഒന്നും തന്നെ ബുദ്ധന്റെ രൂപം നേരിട്ട് കൊത്തിയിട്ടില്ല. 1ാം നമ്പർ ഗുഹയിൽ കയറുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ഒരു ബുദ്ധ പ്രതിമയാണ്. മങ്ങിയ വെളിച്ചത്തിലും ആ ബുദ്ധന്റെ മുഖത്ത് അഭൗമമായ ശാന്തത വിളയാടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നമ്മളിലേക്ക് ആഴത്തിൽ തറഞ്ഞിറങ്ങുന്നതായി അനുഭവപ്പെടും. പിന്നീട് വാകാടക രാജവംശത്തിന്റെ കാലത്ത്, വിശേഷിച്ചും രാജാവ് ഹരിഷേണന്റെ കാലത്ത് അജന്ത വീണ്ടും ഉണർന്നു. ഇത് അജന്തയുടെ സുവർണ കാലമായി കരുതപ്പെടുന്നു. പകരം ചക്രം, ബോധിവൃക്ഷം, സിംഹാസനം എന്നീ ചിഹ്നങ്ങളിലൂടെയാണ് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചത്. ഇന്ന് അജന്തയിൽ 30 ഗുഹകളുണ്ട്. അവയിൽ ചിലത് വിഹാരങ്ങൾ, അതായത് സന്യാസിമാർക്ക് താമസിക്കാനായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ചൈത്യങ്ങൾ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമുള്ള ഹാളുകൾ. ഇവയെല്ലാം കൂടി ചേർന്നാണ് ഇന്ന് അജന്തയിലുള്ളത്. അജന്തയുടെ പ്രധാന ആകർഷണം ഗുഹകളിലുള്ള ചുമർ ചിത്രങ്ങളാണ്. 2000 വർഷം പഴക്കമുള്ള ചിത്രങ്ങൾ ഇന്നും ജീവസോടെ സ്പന്ദിക്കുന്നു. പ്രകൃതിയിൽ നിന്നുള്ള നിറങ്ങൾ മാത്രമാണ് ചിത്രം വരയ്ക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. മണ്ണിൽ നിന്നുള്ള ചുമപ്പ്, കല്ലിൽ നിന്ന് മഞ്ഞ, സസ്യങ്ങളിൽ നിന്ന് പച്ച, ചാരത്തിൽ നിന്നുള്ള കറുപ്പ് നിറം, ഇവയെല്ലാം ചേർത്ത് വളരെ മനോഹരമായ ചിത്രങ്ങൾ കോറിയിട്ടിട്ടുണ്ട് ചുമരാകെ. ചുണ്ണാമ്പും മണ്ണും കുഴച്ചെടുത്ത് ഒരു പാളി ഉണ്ടാക്കി അതിലാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ വരച്ചിരിക്കുന്നത്. ചുമർ ചിത്രങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ വിസ്മയഭരിതരായി നിന്നു. ചുമരിൽ മാത്രമല്ല, നമ്മുടെ തലയ്ക്ക് മുകളിലും മനോഹരങ്ങളായ വർണ്ണങ്ങളിൽ ചിത്രങ്ങൾ കോറിയിട്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും അവർ അന്നത്തെ കാലത്ത് മച്ചിൻ പുറത്ത് ചിത്രങ്ങൾ അത് മനോഹരമായി വരച്ചത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ജാതക കഥകൾ ഇവിടെ നിറഞ്ഞ വർണ്ണങ്ങളിൽ ജീവിക്കുന്നു. ചിലതിൽ രാജാവായി, ചിലതിൽ മാനായി, മറ്റു ചിലതിൽ കുരങ്ങനായി. എല്ലാ കഥകളും പറയുന്നത് ഒരേ സന്ദേശം: ത്യാഗം, കരുണ, ധർമ്മം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ കാലത്ത് ഈ ഗുഹകളിൽ ജീവിച്ചിരുന്ന സന്യാസികളെ. പുലർച്ചെ പ്രാർത്ഥന, ദീർഘമായ ധ്യാനം, രാത്രിയിൽ മങ്ങിയ എണ്ണവിളക്കുകളുടെ വെളിച്ചത്തിൽ കലാകാരന്മാർ ചിത്രം വരയ്ക്കുന്നു. പുറത്തു മഴ പെയ്യുമ്പോൾ പാറയ്ക്കുള്ളിലിരുന്ന് അവർ കഥകളെ നിറങ്ങളാക്കി മാറ്റി. അവരുടെ പേരുകൾ നമ്മൾ അറിയുന്നില്ല, പക്ഷേ അവരുടെ കരസ്പർശം ഇന്നും ആ പാറകളിൽ തങ്ങി നിൽക്കുന്നു. ആറാം നൂറ്റാണ്ടിനു ശേഷം വാകാടക സാമ്രാജ്യം ക്ഷയിച്ചു. ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കുറഞ്ഞു. ഗുഹകൾ പതുക്കെ നിശബ്ദതയിലേക്ക് മുങ്ങി. കാടുകൾ അവയെ മൂടി. അങ്ങനെ ലോകം അജന്തയെ മറന്നു.
1819 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ സ്മിത്ത് കടുവയെ വേട്ടയാടുന്നതിനിടെ ഈ ഗുഹകളെ വീണ്ടും കണ്ടെത്തി. അങ്ങനെ നൂറ്റാണ്ടുകളുടെ നിദ്രയിൽ നിന്ന് അജന്ത ഉണർന്നു. ആയിരത്തി 1983 യുനെസ്കോ അജന്തയെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു. ഗുഹകൾക്കുള്ളിൽ വെളിച്ചം നന്നേ കുറവാണ്. ചുമർചിത്രങ്ങൾ കേടാകുമെന്നതിനാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നു മാത്രവുമല്ല, ഈ ഗുഹകൾക്കകത്തെല്ലാം തന്നെ വീഡിയോഗ്രാഫി സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ്. സാമ്രാജ്യങ്ങൾ നശിച്ചേക്കാം, രാജാക്കന്മാർ വിസ്മൃതിയിൽ ആണ്ടുപോയേക്കാം, പക്ഷേ കലയും ആത്മീയതയും എന്നും കാലത്തെ അതിജീവിക്കും. വഘോര നദിയുടെ ശബ്ദത്തിനൊപ്പം ഇന്നും അവിടെ ഒരു ആഴമേറിയ നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയിൽ പ്രാർത്ഥനകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. 2000 വർഷം മുൻപുള്ള ഭാരതത്തിൻ്റെ ഹൃദയമിടിപ്പുണ്ട്. അതാണ് അജന്ത. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഒരു നല്ല വ്യൂ ആണ്. അപ്പോൾ 1 കേവ് തൊട്ട് 26 കേവ്സ് ഉണ്ട്. നിങ്ങൾക്ക് നടക്കാൻ കഴിയുമ്പോൾ നല്ല വ്യൂ ആണ്. എങ്കിലും ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കും, കളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ അജന്തയ്ക്ക് പോകണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അജന്ത കേവ്. അതുകൊണ്ട് നിങ്ങൾ പോകണം അല്ല. അതുകൊണ്ട് മസ്റ്റ് യു ഹാവ് ടു വാച്ച്. ദെൻ യു ഹാവ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞ സ്റ്റോറീസ് കമൻറ്റ് അയക്കണം എന്താണ് ഞാൻ പറഞ്ഞ സ്റ്റോറീസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 rupees തരും. ബൈ.